Hello everyone, welcome to my channel. Today we are continuing the remaining part of this chapter, fish tail. In the previous class we have learned the place value chart, expanded form, etc. When you think of fishes, what shapes come to your mind? Try to use a square and a triangle to draw a fish. Fish നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന എങ്ങനെയായിരിക്കും? വേണമെങ്കിൽ നമുക്ക് ഒരു സ്ക്വയർ വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ഇതൊരു സർക്കിൾ വരച്ച് നമുക്കെന്താ കിട്ടി? ഒരു ഫിഷ് കിട്ടി അല്ലേ? അങ്ങനെ നമുക്ക് ട്രൈ ടു യൂസ് എ സ്ക്വയർ ആൻഡ് എ ട്രയാങ്കിൾ ടു ഡ്രോ എ ഫിഷ്. ഫിഷ് നമുക്ക് വയ്ക്കാം. ലുക്ക് ഫോർ ദ ഫിഷ് ഡിസൈൻസ് അറൗണ്ട് യു ഓൺ ക്ലോത്ത്, ഇൻ പെയിൻറ്റിങ്സ്, ഓൺ മാറ്റ്സ് എക്സെട്ര. നമുക്ക് പലയിടത്ത് കാണാം. നമുക്കെന്തോ കാണാം? ഈ ക്ലോത്തിലുമൊക്കെ ഡിസൈൻ ചിലപ്പോൾ എന്ത് കിട്ടും? ഈ ഫിഷിനെ പറ്റിയുള്ള ഡിസൈൻ കിട്ടും. നമ്മൾ മലയാളത്തിൽ മീൻ മീൻസ് എ ഫിഷ്. നമ്മൾ മീനെന്നല്ലേ പറയുന്നത്. മീനാക്ഷി എന്നൊക്കെ പേരിടുന്ന എന്താണ്? മീനിൻ്റെ കണ്ണോട് കൂടിയവൾ എന്നാ പറയുന്നത്. മീനാക്ഷി എന്നൊക്കെ പേരിടുന്നത്. പങ്കജാക്ഷി, താമരാക്ഷി എന്ന് പറഞ്ഞാൽ താമരയുടെ അക്ഷത്തോടു കൂടിയുള്ളവൾ. അക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ്. അങ്ങനെയാണ് ഓരോരുത്തർ പണ്ട് പേരിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ മീൻ മീൻസ് എ ഫിഷ് ആൻഡ് മീനാക്ഷി ഈസ് എ ഗേൾ whose eyes look like a fish. അന്നേരം അവിടെ കണ്ണുകൾ എന്തായിരിക്കും? ഒരു ഫിഷിൻ്റെ കൂട്ടുള്ള ഷേപ്പായിരിക്കും അല്ലേ? ട്രോ എ ഫേസ് വിത്ത് ഫിഷ് ഐസ്. ഫിഷ് ഐസ് എങ്ങനെയാണ് വരുന്നത്? ഫിഷിൻ്റെ ഐസ് ഇങ്ങനെയാണ്. ഇങ്ങനെ ഫിഷിൻ്റെ ഐസ് ഇങ്ങനെയാണ് വരും. മനസ്സിലായി? എങ്ങനെയാണ്? അന്നേരം ഇങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് എന്ത് പറയുന്നത്? ഫിഷസ് ക്യാൻ ഹാവ് വെരി ഡിഫറെൻറ്റ് സൈസസ്. ദ സ്മാളസ്റ്റ് ഫിഷ് ഈസ് അബൌട്ട് 1 centimeter ലോങ്. എന്നാൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മീൻ. ചെറിയ മീനുകളുണ്ട്, വലിയ മീനുകളുണ്ട്. സ്മാളസ്റ്റ് ഫിഷ് ഈസ് 1 centimeter ലോങ്. 1 centimeter ലോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 centimeter ഉള്ളൂ അല്ലേ? ഇത്രയും വരെ നീളമുള്ള മീനും ഒക്കെ ഉണ്ട്. ഹൗ ലോങ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഫിഷ് യു ക്യാൻ ഇമാജിൻ? നിങ്ങൾക്ക് വലിയ ഫിഷിനെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഈ ബ്ലൂ വെയിൽ, പിന്നെ അതേപോലെ ഈ സ്രാവുകളൊക്കെ ഉണ്ടല്ലോ, സോഡ് ഫിഷ്, ഇതൊക്കെ എന്താണ്? വലിയ മീനുകളാണ് അല്ലേ? ഹൗ മെനി ടൈംസ് ലോങ്ങർ ഈസ് യുവർ ബിഗ് ഫിഷ് ദാൻ ദ സ്മാളസ്റ്റ് ഫിഷ്. അന്നേരം ഇങ്ങനൊരു ഫിഷ് വന്നാലും, ഇത്രയും വലിയ ഫിഷ് വന്നാലും നിങ്ങൾക്ക് how many times longer is your big fish than the small fish? The biggest fish is, ഇനി ബിഗ്ഗസ്റ്റ് ഫിഷ് എൻ്റെ എന്തോന്ന് പറയുന്നത്? വെയിൽ ഷാർക്കാണ്. വെയിൽ ഷാർക്കാണ് ഏതാണ്? ദ ബിഗ്ഗസ്റ്റ് ഫിഷ്. ഏറ്റവും വലിയ ഫിഷിൻ്റെ പേരെന്താണ്? വെയിൽ ഷാർക്കാണ്. മനസ്സിലായി? ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് എ വെയിൽ. ഇതൊരു തിമിംഗലമൊന്നുമല്ല അല്ലേ? ബട്ട് ഈസ് എ ബിഗ് ഫിഷ്. ഇതെന്താണ്? ഒരു വലിയ ഫിഷാണ്. ഇതാണ് വെയിൽ ഷാർക്ക് എന്ന് പറയുന്നത്. അന്നേരം ഇറ്റ് ഈസ് നോട്ട് എ വെയിൽ. ഇത് വെയിലല്ല. വെയിലെന്ന് പറഞ്ഞാൽ എന്താണ്? തിമിംഗലമാണ്. ഇറ്റ് ഈസ് നോട്ട് എ വെയിൽ ബട്ട് ഈസ് എ ബിഗ് ഫിഷ്. വലിയ ഫിഷാണ്. വെയിൽസ് ആർ, നമുക്ക് നോക്കും. വെയിൽസ് എന്ന് പറഞ്ഞാൽ തിമിംഗലമാണ്. വെയിൽസ് ആർ ഡിഫറൻസ് ഫ്രം ഫിഷ്. വെയിൽസും ഫിഷും എന്താണ്? വ്യത്യാസമുള്ളതാണ് അല്ലേ? വെയിൽസ് ബ്രീത്ത് ലൈക്ക് വി ഡു. അന്നേരം വെയിൽസ് എന്ന് പറഞ്ഞാൽ, തിമിംഗലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ട് ശ്വസിക്കുന്നതാണ്. അതെന്തെടുക്കും? ഈ കടലിൻ്റെ മുകളിൽ വന്നിട്ട് എയറിലെ ഓക്സിജനാണ് ശ്വസിക്കുന്നത്. നമ്മളും അങ്ങനെയല്ലേ ശ്വസിക്കുന്നത്? അന്നേരം വെയിൽസ് ബ്രീത്ത് ലൈക്ക് വി ഡു ത്രൂ ദെയർ നോസസ്. അന്നേരം അവർക്കും മൂക്കൊക്കെ ഉണ്ട്. മൂക്കിൽ കൂടാണ് അവർ ശ്വസിക്കുന്നത്. ഏതാ? വെയിൽസ്. ബട്ട് ഫിഷ് ഹാവ് നോ നോസസ്. പക്ഷേ ഫിഷിനെന്തോ ഇല്ല? നോസസ് ഇല്ല. ദേ ടേക്ക് ഇൻ വാട്ടർ.
നോട്ട് എയർ. ഒരു വാട്ടറിൽ നിന്നുള്ള ഓക്സിജനാണ് ആരെടുക്കുന്നത്? ഫിഷ് എടുക്കുന്നത്. നിങ്ങൾ ആ ചെകിളയൊക്കെ കണ്ടിട്ടില്ലേ? ഇതിങ്ങനെ പൊക്കി നോക്കുമ്പോൾ ഒരു ചുമല സാധനം കാണത്തില്ലേ? അന്നേരം അത് വാട്ടറിൽ നിന്ന് ഓക്സിജൻ എടുക്കാനുള്ള പിന്നെ ഉപയോഗിക്കുന്നത് അതാണ് ഉപയോഗിക്കുന്നത്. അതേസമയം തിമിംഗലം എന്താ ഉപയോഗിക്കുന്നത്? നമ്മുടെ കൂട്ട് നോസ് ഉണ്ട് അല്ലേ? എന്നാൽ വെയിൽസ് ബ്രീത്ത്സ് ലൈക്ക് വി ഡു ത്രൂ ദെയർ നോസസ്, ബട്ട് ഫിഷ് ഹാവ് നോ നോസസ്. ദേ ടേക്ക് ഇൻ വാട്ടർ, നോട്ട് എയർ. വെയിൽസ് ഗീവ് ബർത്ത്. ഇനി വെയിൽസിൻ്റെ പ്രത്യേകത എന്താണ്? വെയിൽസ് ഗീവ് ബർത്ത് ടു ബേബീസ്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ഫിഷ് ലേ എഗ്സ്. പക്ഷേ ഫിഷ് എന്താണ്? മുട്ടയിടുകയാണ് ചെയ്യുന്നത്. ദ വെയിൽ ഷാർക്ക് ഫിഷ് ലുക്സ് ലൈക്ക് എ ബിഗ് ഡേഞ്ചറസ്. അന്നേരം നമ്മുടെ ഈ പിന്നെ വെയിൽ ഷാർക്ക് എന്ന് പറഞ്ഞാൽ കൊലയാളി സ്രാവാണ് അല്ലേ? ഇതെന്താണ്? ലുക്സ് ലൈക്ക് ബിഗ് ആൻഡ് ഡേഞ്ചറസ്. ഇത് വലുതുമാണ്, അതേപോലെ അപകടകാരികളും ആണ്. ബട്ട് ഈസ് ക്വൈറ്റ് ഹാംലെസ്. ഇറ്റ് ഡസ് നോട്ട് അറ്റാക്ക് ഹ്യൂമൻസ്. ഇങ്ങനാണെങ്കിലും ഹ്യൂമൻസിനെ ഒന്നും അറ്റാക്ക് ചെയ്തിട്ടും ഒന്നും ഇല്ല. ഇതെന്താണ്? ദിസ് വെയിൽ ഷാർക്ക് ഈസ് എ ബിഗ് ഫിഷാണ്, നോട്ട് എ വെയിൽ. വെയിലല്ല, ഇതെന്താണ്? ഫിഷ് ആണ്. വൺ വെയിൽ ഷാർക്ക് ഹാസ്. ഇനി ഒരു വെയിൽ ഷാർക്കിന്, ഇതൊരു വെയിൽ ഷാർക്കാണെങ്കിൽ ആസ് ലോങ് ആസ് 18 മീറ്റർ, 18 മീറ്റർ നീളമുണ്ട്. 18 മീറ്റർ ലോങ്. മീറ്റർ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്കെയിലിൻ്റെ പിന്നെ 1 മീറ്റർ ഇല്ലേ, അങ്ങനെ 18 മീറ്റർ വരുന്നതാണ് വെയിൽ ഷാർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ജസ്റ്റ് തിങ്ക് ഹൗ ലോങ് ദ ഈസ് ആൾമോസ്റ്റ് 12 ചിൽഡ്രൻ ഈസ് യുവർ സൈസ് സ്റ്റാൻഡിങ് വൺ ഓൺ ടോപ്പ് ഓഫ് ദ അതർ. എന്നാൽ നിങ്ങളുടെ കൂട്ടുള്ള 5ാം ക്ലാസ്സിലെ 12 കുട്ടികളെ ഇങ്ങനെ പൊക്കി നിർത്തിയാൽ അത്രയും നീളം ഉണ്ട്. 12 ചിൽഡ്രൻ ഓഫ് യുവർ സൈസ് സ്റ്റാൻഡിങ് വൺ ഓൺ ടോപ്പ് ഓഫ് ദ അതർ. ആൻഡ് ഗസ് പിന്നെ വാട്ട് ഇറ്റ് വെയ്ഡ്. അത് എത്ര ഭാരമുണ്ടെന്ന് നോക്കാം. അന്നേരം ഇത് ലെങ്താണ് 18 മീറ്റർ എന്ന് പറയുന്നത്. എൻ്റെ വെയ്റ്റ് മച്ച് മോർ ദാൻ വാട്ട് 12 ഓഫ് യു ടുഗദർ വേ. ഇറ്റ്സ് വെയ്റ്റ് വാസ് എബൌട്ട് 16,000 kg. ഇവിടെ 12 ചിൽഡ്രനെ മുകളിലോട്ട് വെച്ചാലുള്ള ലെങ്താണ് കിട്ടുന്നത്. പക്ഷേ 12 ചിൽഡ്രൻ്റെ വെയിറ്റ് ആണോ ഉള്ളത്? അല്ല. എത്രയാണ്? 16,000 kg വെയിറ്റാണ് ഏതിനുള്ളത്? നമ്മുടെ വെയിൽ ഷാർക്കിന് ഉള്ളത്. മനസ്സിലായി? അന്നേരം 18 മീറ്റർ ലോങ് ആൻഡ് 16,000 kg വെയിറ്റ്. ഇത്രയും വെയിറ്റ് ഉള്ളതാണ് നമ്മുടെ വെയിൽ ഷാർക്ക് എന്ന് പറയുന്നത്. എന്നാൽ വെയിൽ ഷാർക്ക് എന്താണ്? ഇസ് എ ഫിഷാണ്. അബൌട്ട് ഹൗ മെനി കിലോഗ്രാംസ് ഡു യു വേ? നിങ്ങൾക്ക് എത്ര വെയിറ്റ് ചിലപ്പം കാണും? 20 or 22 ഒക്കെ കാണത്തുള്ളൂ അല്ലേ, അല്ലെങ്കിൽ 25. സോ 12 ചിൽഡ്രൻ ലൈക്ക് യു പുട്ട് ടുഗദർ വിൽ വേ അബൌട്ട്. എന്നാൽ 12 ചിൽഡ്രനെ 25 ആണെങ്കിൽ 25 into 12 ആണ് അല്ലേ? അബൌട്ട് ഹൗ മച്ച് മോർ ഡസ് ദ വെയിൽ ഷാർക്ക് വേ ദാൻ 12 ചിൽഡ്രൻ ലൈക്ക് യു പുട്ട് ടുഗദർ. അന്നേരം 16,000 ആണ്. അന്നേരം നിങ്ങളുടെ വെയിറ്റ് എല്ലാം കൂടെ നോക്കിയാൽ 25നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 300 kg കിട്ടത്തുള്ളൂ. അന്നേരം ഇത് 16,000 kg കിട്ടണം അല്ലേ? ഇത്രയും kg കിട്ടണം. അന്നേരം നിങ്ങൾ ഇതിനെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? നിങ്ങളെക്കാട്ടിൽ എത്ര? ഒരു 50 ടൈംസ് കിട്ടും. 12 ചിൽഡ്രൻ്റെ 50 ടൈംസ് ടുഗദർ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പിന്നെ വെയിൽ ഷാർക്കിൻ്റെ വെയിറ്റ് കിട്ടും. അത്രയ്ക്ക് വെയിറ്റാണ്. The fish tail. To see the difference between the whales and fish, look carefully at their nails. നോക്കിയേ, ടെയിൽസ് ഒന്ന് നോക്കിയേ, ഇതിൻ്റെ ടെയിൽസ് നോക്കിയേ. ഇങ്ങനെ ഓരോന്നിൻ്റെ ടെയിൽസ് കണ്ടോ? Can you see the fish tail stands flat along his body? ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? But the tail of the whale almost looks like 2 legs. പക്ഷേ വെയിൽസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 2 കാല് പോലെയാണ് നിൽക്കുന്നത്. മനസ്സിലായി? ഇങ്ങനെ പൊങ്ങി 2 കാല് പോലെയാണ് നിൽക്കുന്നത്. ക്യാൻ യു സ്പോട്ട് ദ ഫിഷ് ഇൻ ദ സ്പീച്ച്? ഇനി ഒരുപാട് ഫിഷ് ഇങ്ങനെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിനെ എന്ത് പറയുന്നത്? സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയാം. ഫിഷ് ലൈക്ക് എ സ്വിം ടുഗദർ ഇൻ ദ സീ ഇൻ എ ബിഗ് ഗ്രൂപ്പ്സ് കാൾഡ് സ്കൂൾസ് ഓഫ് ഫിഷ്.
എന്നിട്ട് ഫിഷ് കൂട്ടമായി പോകുന്നതിന് എന്ത് പറയുന്നത്? സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയാം. ഇൻ ദ സ്കൂൾ ദേ ഫീൽ സേഫ് ഫ്രം ദ ബിഗർ ഫിഷ്. ഡു യു ഫീൽ സേഫ് ഇൻ യുവർ സ്കൂൾ? അന്നേരം ഇത് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ, മീനൊക്കെ ഇങ്ങനെ വരാലും ഒക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. അതിനെയാണ് എന്ത് പറയുന്നത്? സ്കൂൾസ് ഓഫ് ഫിഷ് എന്ന് പറയാം. ടു ത്രോ അവേ ദ ബിഗർ ഫിഷ്, സം സ്മാൾ ഫിഷ് ഡ്രിങ്ക് അപ്പ് എ ലോട്ട് ഓഫ് വാട്ടർ, സ്വെൽ അപ്പ് ആൻഡ് ലുക്ക് ബിഗ്. ഉണ്ടോ? ഈ മീൻ ഇത്രയും വെള്ളമാണ് കുടിക്കുന്നത്. ഇത് കണ്ടോ, വലിയ മീൻ ഒരുപാട് വെള്ളം കുടിക്കും. ജിൻസി യൂസ്ഡ് ദിസ് ഷേപ്സ് ടു മേക്ക് drawings a fish. Now you also use some shapes to draw the different sea animals shown below. എന്നിട്ട് ഈ ഷേപ്പ് വെച്ച് ഓരോ ഫിഷിനെ ഉണ്ടാക്കുകയാണ്. ഇതിനെ എന്ത് പറയാം? സീ അർച്ചിൻ, ഇത് ലോബസ്റ്റർ, ഹീല്, റെഡ് സ്നാപ്പർ. ഓരോ ഫിഷിൻ്റെ നെയിമാണ്. ഇതും എന്താണ്? ക്ലാമ്, പാരറ്റ് ഫിഷ്, ബ്രൗണ്, ഒക്ടോപ്പസ്, ജെല്ലി ഫിഷ്, കട്ടിൽ ഫിഷ്, സ്കിഡ്. സ്കിഡ് എന്ന് കണ്ടിട്ടുണ്ടല്ലോ, കൂന്തൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്കിഡ്, ക്രാബ്, സിൽവർ, പോംഫ്രറ്റ്. ഇങ്ങനെ വിച്ച് ഓഫ് ദീസ് ആനിമൽസ് ഹാവ് യു സീൻ ബിഫോർ? ഈ ആനിമൽസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഫിഷർമാൻ ഇൻ ദർ ബോട്ട്സ്. ഹൗ മെനി യു ഹാവ് സീൻ ദ സീ? ഹൗ മെനി ഓഫ് യു ഹാവ് സീൻ ദ സീ? നിങ്ങൾ സീ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കൂടുതൽ കുട്ടികൾ നമ്മൾ സീ ഒക്കെ കാണാൻ പോവുമല്ലോ, കടൽ കാണാൻ. വേർ ഡിഡ് യു സീ ഇറ്റ്? ഡിഡ് യു സീ ഇറ്റ് ഇൻ മൂവി ഓർ ഫോർ എ റിയൽ? എന്നാൽ നിങ്ങൾക്ക് മൂവിയിൽ അല്ലെങ്കിൽ കാണാത്തവർ സിനിമയിലെങ്കിലും കാണും ഇല്ലേ? ഹൗ ഡീപ്പ് ഡു യു തിങ്ക് ദ സീ കുഡ് ബി? ഫൈൻഡ് ഔട്ട്. അന്നേരം നിങ്ങൾ നോക്കുമ്പോൾ സീക്ക് എന്ത് ആഴമാണ് ഉള്ളത്. ഡു യു നോ ഹൗ ടു സ്വിം? വുഡ് യു സ്കെയർഡ് ഓഫ് ദ ഹൈ സീ വേവ്സ്? നിങ്ങൾ സീ വേവ്സ് ഒക്കെ കണ്ടുവാണ്, തിരമാലകളൊക്കെ കാണുമല്ലോ. അന്നേരം തിരമാല ഓരോ കുട്ടികളൊക്കെ ഇങ്ങനെ നീന്തുന്നതായിട്ട് കാണാം അല്ലേ? ക്ലോസ് യുവർ ഐസ് ആൻഡ് ഇമാജിൻ ദ സീ വിത്ത് വേവ്സ് റൈസിങ് ഹബ്. ഇത് കാണാത്ത കുട്ടിയെ നിങ്ങളൊന്ന് കണ്ണടച്ച് നിങ്ങൾ നോക്കുക. നിങ്ങൾ കടലിൽ പോയി, കടലിൻ്റെ അവിടെ പോയി നിന്നിട്ട് വേവ്സ് റൈസിങ് ഹൈ, തിരമാലകൾ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നോക്കുക. ഹൗ ഹൈ ഡു യു തിങ്ക് ദ വേവ്സ് ക്യാൻ ഗോ? നിങ്ങൾ നോക്കിയാൽ എത്ര ഹൈറ്റ്, നിങ്ങളെക്കാട്ടിൽ ഹൈറ്റ് വരും ഇല്ലേ? നിങ്ങൾക്ക് 2 മീറ്റർ ആണെങ്കിൽ പിന്നെ 1 മീറ്റർ ആണെങ്കിൽ 1 മീറ്ററിനേക്കാൾ കൂടുതലാണ് വേവ്സിൻ്റെ ഹൈ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കണ്ട, ഈ കുട്ടിയെക്കാട്ടിലും വേവ്സ് ഹൈ ആണ്. ഇമാജിൻ ദാറ്റ് ദെയർ ഇസ് എ ഫിഷർമാൻ ഇൻ ദെയർ ബോട്ട്സ് ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ വിത്ത് ദ വേവ്സ്. അന്നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഫിഷർമാൻ ഇങ്ങനെ കടലിൽ പോകുമ്പോൾ തിരമാലകൾ കൊണ്ട് ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ഒക്കെ, ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ വിത്ത് ദ വേവ്സ്. ദേ സ്റ്റാർട്ട് ദെയർ ട്രിപ്പ് വെൻ ഇറ്റ് ഈസ് സ്റ്റിൽ ഡാർക്ക്. അന്നേരം അവർ പിന്നെ രാവിലെയൊക്കെ പോയിട്ട് അവരെപ്പോഴാണ് തിരിച്ചു വരുന്നത്? ഡാർക്ക് ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. സം ഗോ ഓൺ ദ സിമ്പിൾ ബോട്ട് മെയ്ഡ് ഫ്രം ദ ലോഗ്സ് ഓഫ് വുഡ് ടൈഡ് ടുഗദർ. ചിലരെങ്ങനെയാണ് ഈ തടിയൊക്കെ വെച്ച് കെട്ടിയിട്ട് പോകുന്ന ബോട്ടുകളുണ്ട് അല്ലേ? ലോഗ്സ് ഓഫ് വുഡ് ടൈഡ് ടുഗദർ. കുറച്ചേറെ തടികളിങ്ങനെ വെച്ച് കെട്ടിപ്പോകുന്ന പിന്നെ ബോട്ടുകൾ ഉണ്ട്. ഇഫ് ദ സീ ഈസ് റഫ് വിത്ത് വെരി ഹൈ ടൈഡ്സ് ആൻഡ് സ്ട്രോങ് വിൻഡ് ദെൻ ദ ഫിഷർമാൻ ഹാവ് എ വെരി ഡിഫിക്കൽട്ട് ടൈം. അന്നേരം കടലിലൊക്കെ പോകുമ്പോൾ എന്താണ്, സ്ട്രോങ് വിൻഡും ഒക്കെ വന്നു കഴിഞ്ഞാൽ, തിരമാലയൊക്കെ ഇങ്ങനെ ഹൈ ടൈഡ്സും ഒക്കെ വന്ന വെയിലേറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ ദ ഫിഷർമാൻ ഹാവ് എ വെരി ഡിഫിക്കൽട്ട് ടൈം. അവർക്ക് വളരെ പാടാണ് തിരിച്ചിങ്ങ് വരാൻ അല്ലേ? ദീസ് ലോഗ് ബോട്ട്സ് ഡു നോട്ട് ഗോ വെരി ഫാർ. അന്നേരം നമ്മളിങ്ങനെ തടി കൊണ്ട് കെട്ടുന്ന ലോഗ് ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് തടി ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് കെട്ടുന്ന ബോട്ടിനെയാണ് എന്ത് പറയുന്നത്? ലോഗ് ബോട്ട്. ഈ ലോഗ് ബോട്ടിന് കൂടുതൽ ദൂരം പോകാൻ പറ്റത്തില്ല അല്ലേ? ദീസ് ലോഗ് ബോട്ട്സ് ഡു നോട്ട് ഗോ വെരി ഫാർ. എന്താ, ഇഫ് ദ വിൻഡ് ഈസ് ഹെൽപ്ഫുൾ ദേ ട്രാവൽ അബൌട്ട് 4 കിലോമീറ്റർ ഇൻ 1 hour. യഥാർത്ഥത്തിൽ പിന്നെ വിൻഡും ഒക്കെ അനുകൂലമാണെങ്കിൽ ഇവർക്ക് എത്ര കിലോമീറ്റർ വരെ പോകാം? 4 കിലോമീറ്റർ വരെ പോകാൻ പറ്റത്തുള്ളൂ. ഏതാ? ലോഗ് ബോട്ട്. ഹൗ ലോങ് വിൽ ദേ ടേക്ക് ടു ഗോ ദ ഡിസ്റ്റൻസ് ഓഫ് 10 കിലോമീറ്റർ? ഇപ്പോൾ 10 കിലോമീറ്ററാണ്, 4 കിലോമീറ്ററാണ് 1 hour. 1 ഹവറിന് എത്രയാണ്? 1 hour ഈസ് ഈക്വൽ ടു 1 hour ഈസ് ഈക്വൽ ടു 1 hour ഈസ് ഈക്വൽ ടു
4 kilometer. Another 10 kilometer. Another how many hours? 2 hours is equal to 8 kilometer. പിന്നെ 2 ഉണ്ട്. 2 എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ അല്ലേ? 1 കിലോമീറ്റർ. അന്നേരം മൊത്തം എത്ര കിട്ടും? 1 hour is equal to 4, 2 hour is equal to 8, പിന്നെ ഒരു ഹാഫിനാണ് 2 കിലോമീറ്റർ കിട്ടുന്നത്. അന്നേരം എന്ത് കിട്ടും? 2.5 hour. 2.5 hours 10 kilometer യാത്ര ചെയ്യാം. How long will they take to go a distance of 10 kilometer? അന്നേരം 1 hourന് 4 kilometer, 2 hourന് 8 kilometer, പിന്നെ 2 kilometer half, 2.5 hours. Because how far you can go in 1 hour if you walk fast. നിങ്ങൾ തന്നെ നോക്ക്, 1 hourൽ നിങ്ങൾ എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാനായിട്ട് പറ്റും. The fisherman can feel the wind and look at the sun to find out which way to go. ഫിഷർമാന് മനസ്സിലാകും വിൻഡ് എങ്ങോട്ടാണ്, എങ്ങോട്ട് പോയാൽ. ലുക്ക് അറ്റ് ദ സൺ ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് വേ ടു ഗോ, ഏത് വഴി പോകണമെന്നൊക്കെ ഫിഷർമാൻ അത് മനസ്സിലാക്കാൻ പ്രകൃതിയെ അവർക്ക് നല്ലോണം അറിയാം. മെനി ഓഫ് us would get lost and not be able to find our way on the sea where you only see water, nothing else. Find out, look at the sun and find out the direction from where it rises. From where you are, what interesting thing do you see in your east? അന്നേരം സൺ പിന്നെ ഇവിടെ നമ്മൾ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റിലാണ് സൺ റൈസ് ചെയ്യുന്നത്. നെയിം 2 things that are lying in your west. വെസ്റ്റിൽ കാണുന്ന 2 things ഏതൊക്കെയാണ്? സൺസെറ്റ്, അതുപോലെ പിന്നെ സീ. ഇതൊക്കെ എവിടെ കിടക്കുന്നത്? വെസ്റ്റിലാണ് കിടക്കുന്നത്. പിന്നെ വാട്ട് എ ക്യാച്ച്. ഔട്ട് ഓൺ ദ സീ ഫിഷർമാൻ ലുക്ക് ഫോർ എ പ്ലേസ് വെയർ ദേ ഹോപ്പ് ടു ഫൈൻഡ് എ ഗുഡ് ക്യാച്ച് ഓഫ് ഫിഷ്. അന്നേരം നമ്മുടെ കടലിൽ മീൻ പിടിക്കുന്ന സ്ഥലത്ത് ചെന്നാൽ നമുക്ക് കാണാം, മീനെയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ? അന്നേരം നല്ല മീനൊക്കെ കിട്ടിയാൽ അവർ ഫൈൻഡ് എ ഗുഡ് ക്യാച്ച് ഓഫ് ഫിഷ്. ദേ സ്പ്രെഡ് ദെയർ നെറ്റ്സ്. അന്നേരം കടലിലൊക്കെ ചെന്നിട്ട് അവരുടെ നെറ്റൊക്കെ ഇങ്ങനെ വല വീശി പിടിക്കും അല്ലേ? ദേ സ്പ്രെഡ് ദെയർ നെറ്റ്സ്. ദേ വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ മെനി hours ഫോർ ദ ഫിഷ് ടു കം ഇൻ ടു ദെയർ നെറ്റ്സ്. അന്നേരം ഇവരിങ്ങനെ കടലിൽ പോയിട്ട് ഇങ്ങനെ നെറ്റിങ്ങനെ വിരിച്ചിട്ട് ഒരുപാട് സമയം അവിടെ ഇരിക്കും. ഒരുപാട് സമയം കഴിഞ്ഞാണ് ഇവർക്ക് എന്ത് കിട്ടുന്നത്? ഈ നെറ്റിനകത്ത് മീനൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ദേ വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ മെനി hours ഫോർ ദ ഫിഷ് ടു കം ഇൻ ടു ദെയർ നെറ്റ്സ്. Look at the different types of boats. Some boats have motor and go further into the sea. എന്നാൽ ലോഗ് ബോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ലോഗ് ഇങ്ങനെ കുറച്ച് തടികളിങ്ങനെ അടുക്കി വെച്ചതാണ് ലോഗ് ബോട്ട്. ലോഗ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവുള്ള വിലയുള്ള ഒരു ബോട്ടാണ്. ഇനി സം ബോട്ട്സ് ഹാവ് മോട്ടോർസ്. ചില ബോട്ടിനകത്ത് എന്തോ ഉണ്ട്? മോട്ടോർ ഫിറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇവ എന്തിനാ മോട്ടോർ പിന്നെ ഗോ ഫർദർ ഇൻ ടു ദ സീ. ഒന്നുകൂടെ 4 കിലോമീറ്റർ അല്ല, ഇവർക്ക് കുറച്ച് ദൂരം കൂടെ കടലിലോട്ട് പോകാനായിട്ട് പറ്റും. സിൻസ് ദേ ഗോ ഫാർ ഔട്ട് ദേ ക്യാൻ ക്യാച്ച് മോർ ഫിഷ്. എന്നാൽ ലോഗ് ബോട്ടിനകത്ത് കുറച്ച് ഫിഷേ കിട്ടത്തുള്ളൂ, 4 കിലോമീറ്ററേ ഇവർ പോകത്തുള്ളൂ. പക്ഷേ മോട്ടോർ ബോട്ടിലൊക്കെ അവർക്ക് എന്തെടുത്തു? ഗോ ഫാർ ഔട്ട് ദേ ക്യാൻ ക്യാച്ച് മോർ ഫിഷ്. ദീസ് ബോട്ട്സ് ട്രാവൽ ഫാസ്റ്റർ അറ്റ് ദ സ്പീഡ് ഓഫ് അബൌട്ട് 20 കിലോമീറ്റർ ഇൻ 1 hour. മറ്റേ എന്താണ്? 4 കിലോമീറ്റർ ആയിരുന്നു. 4 കിലോമീറ്റർ ഇൻ 1 hour. ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? 20 കിലോമീറ്റർ ഇൻ 1 20 കിലോമീറ്റർ. 1 മണിക്കൂറിൽ 20 കിലോമീറ്റർ പോകും. ലോഗ് ബോട്ട് എങ്ങനെയാണ്? 1 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ പോകുള്ളൂ? 4 കിലോമീറ്ററേ പോകത്തുള്ളൂ. അന്നേരം ഇവർക്ക് ഒരുപാട് മീനിനെ പിടിക്കാനായിട്ട് പറ്റും. ഹൗ ഫാർ വുഡ് ദ മോട്ടോർ ബോട്ട്സ് ഗോ? 3.5 hours. എന്നാൽ 3.5 hours എന്ന് പറയുമ്പോൾ എന്താണ്? 3.5 hours എന്ന് പറഞ്ഞാൽ 1 hour is equal to 20. 3 hours is equal to 20 into 3. 20 into 3 is equal to 60 കിലോമീറ്റർ. പിന്നെ ഹാഫ്
1 hour is equal to 20. Half hour is equal to 10. അന്നേരം മൊത്തം എത്ര കിലോമീറ്റർ പോയി? 70 കിലോമീറ്റർ. 3 half hours they will go 70 kilometer. അന്നേരം how far would the motorboats go? 3.5 hours is equal to 70 kilometer. How much time will they take to go 85 kilometer? ടൈം നോക്കുക. 70 വന്നപ്പോൾ എന്തായി? 3.5 വന്നു. ഇനി എന്ത് കിട്ടും? ഇനി നമുക്ക് 15 കിട്ടും ഇല്ലേ? 85 കിലോമീറ്ററാണ് കിട്ടുന്നത്. 85 കിലോമീറ്റർ. അന്നേരം 1 hour is equal to 20 അല്ലേ? അന്നേരം 1 hour is equal to 20, 2 hour is equal to 40, 3 hour is equal to 60, 4 hour is equal to എത്ര കിട്ടും? 4 hour 4 hour is equal to 80. പിന്നെ ഒരു 5 കൂടെ ഉണ്ട്. 5 എത്ര കിട്ടും? 1 hour is equal to 20, half hour is equal to 10, പിന്നെയും 1/4 കിട്ടും ഇല്ലേ? അന്നേരം is equal to 5. അന്നേരം 4 hours 15 4 hours 50 minutes നമുക്കെന്ത് കിട്ടും? ഇത് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അടുത്തത് but a fishermen are now very worried. There are some very big machines boats in the business. They go far out and put their big nets deep in the sea. This way they collect a whole lot of fish, leaving very few near to the seashore. They also stay out on the sea for many days. അന്നേരം ചില ഫിഷൊക്കെ എന്തെടുക്കും? ഒരുപാട് ഇങ്ങനെയുള്ള ഫിഷൊക്കെ ഒരുപാട് നേരം എന്തെടുക്കും? അവിടെ പോയി ഇരിക്കും. പിന്നെ കടലിൽ പോയി നിന്ന് സ്റ്റേ ചെയ്തിട്ടാണ് അവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നത്? ഫിഷ് കിട്ടുന്നത്. ദേ ആൾസോ സ്റ്റേ ഔട്ട് ഓൺ ദ സീ ഫോർ മെനി ഡേയ്സ്. ദീസ് ബിഗ് മെഷീൻ ബോട്ട്സ് ആൾസോ ക്യാച്ച് എ സ്മാൾ ബേബി ഫിഷ് വിച്ച് ഹാവ് വെറ്റ് ടു ഗ്രോ അപ്പ്. Fishermen in the smaller boats also always let the baby fish pass through their nets to go back into the sea. അന്നേരം ഈ ബിഗ് മെഷീൻ ബോട്ടൊക്കെ കൊച്ചു മീനെയൊക്കെ കിട്ടി അവരെന്ത് കൊടുക്കും? തിരിച്ച് കടലിലോട്ട് തന്നെ തിരിച്ച് ഇട്ടേക്കും. അവർക്ക് കൊച്ചു മീനെയൊന്നും വേണ്ട. They choose the net size in such a way that only the grown up fish are caught. എന്നാൽ അവരുടെ നെറ്റ് എന്താണ്? ഇച്ചിരി വലുതാണ്. ചെറിയ മീനൊക്കെ അതിൽ ഇവരുടെ നെറ്റിൽ കൂടെ അങ്ങ് രക്ഷപ്പെടാനായിട്ട് പറ്റും. For hundreds of years fishermen have cared for the sea and its fishes and fished only a little to eat and sell. അന്നേരം ഒരുപാട് വർഷത്തിന് മുമ്പ് എന്തായിരുന്നു? പണ്ടത്തെ ആൾക്കാർ ഒരുപാട് മീനെയൊന്നും പിടിക്കത്തില്ലായിരുന്നു അല്ലേ? ഫിഷർമാൻ ഹാവ് കെയർഡ് ഫോർ ദ സീ. സീയെ ശ്രദ്ധിക്കുമായിരുന്നു. ഇസ് ഫിഷസ് ആൻഡ് ഫിഷ്ഡ് ഒള്ളി എ ലിറ്റിൽ ടു ഈറ്റ്. കുറച്ച് കഴിക്കാൻ വേണ്ടി മാത്രമേ എന്തോ പിടിക്കത്തുള്ളായിരുന്നു? മീനിനെ പിടിക്കത്തുള്ളൂ. അതുപോലെ സെൽ വിൽക്കാനും പറ്റത്തുള്ളായിരുന്നു. ദേ സേ ദാറ്റ് ഇറ്റ് ട്രാവലേഴ്സ് ക്യാച്ച് thousands of kilograms of fish every day. They will no fish left in the sea. Write the news report about the dangers faced by the fishes in our rivers and seas. അന്നേരം ഒരുപാട് മീൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മീനൊക്കെ എന്ത് കൊടുക്കും? നമ്മുടെ പിന്നെ കടലിൽ മീനൊക്കെ അപ്രത്യക്ഷമാകും അല്ലേ? അതുകൊണ്ട് നമ്മൾ മീനിനെ നമ്മുടെ മീനിനെ നമ്മൾ കെയർ ചെയ്യേണ്ടത് കാര്യമാണ് അല്ലേ? അങ്ങനെയൊക്കെയുള്ള സമയത്തിലാണ് ഇതിങ്ങനെ മുട്ടയിടുന്ന സമയത്തൊക്കെ മീനെ പിടിക്കരുതെന്നൊക്കെ സർക്കാർ ഉത്തരവൊക്കെ ഇറക്കിയിട്ടുണ്ട്. അന്നേരം അങ്ങനെയൊക്കെ നമ്മൾ എന്തുകൊടുക്കണം? ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. വിച്ച് ബോട്ട് ഗെറ്റ്സ് ഹൗ മച്ച്? ഇൻ വൺ ട്രിപ്പ് ഓഫ് ലോഗ് ബോട്ട് ബ്രിങ്സ് അബൌട്ട് 20 kg ഓഫ് ഫിഷ്. എന്നാൽ ലോഗ് ബോട്ടിൽ എത്ര ഫിഷേ കൊള്ളത്തുള്ളൂ? 20 kg ഫിഷേ കൊള്ളത്തുള്ളൂ. ബട്ട് അതർ ടൈപ്സ് ഓഫ് ബോട്ട്സ് ബ്രിങ് എ ബിഗർ ക്യാച്ച് ആസ് ഗിവൺ ഇൻ ദ ടേബിൾ. The table also shows the speed of each type of boat, which is how far each boat goes in 1 hour. Look at the table and calculate. Log boat എത്രയാണ്? 20. Catch of fish in one trip 20 kg ആണ് ലോഗ് ബോട്ട് കിട്ടുന്നത്. സ്പീഡ് ഓഫ് ബോട്ട് എന്താണ്? 4 km/h ആണ്. അന്നേരം 20 kg ആണ്. എത്ര കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അവറിൽ 1 അവറിൽ എത്ര കിലോമീറ്റർ പോകുന്നു? 4 km/h
പോകുന്നു. 4 കിലോമീറ്റർ പോയാൽ എത്ര kg ഫിഷാണ് മാക്സിമം കൊള്ളുന്നത്? 20 kg ഫിഷ്. ലോങ് ടെയിൽ ബോട്ട്. ഇനി അടുത്ത അനദർ ടൈപ്പ് ഓഫ് ബോട്ട് ഈസ് ലോങ് ടെയിൽ ബോട്ട്. ലോങ് ടെയിൽ ബോട്ട് ക്യാച്ച് ഓഫ് ഫിഷ് ഇൻ 1 ട്രിപ്പ് ഈസ് 600 kg. 600 kg ഫിഷും കൊണ്ടാണ് ഇവർക്ക് വരാൻ പറ്റുന്നത്. 12 കിലോമീറ്റർ പെർ അവർ. ഒരവറിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? 12 കിലോമീറ്റർ വരെ ഇവർക്ക് യാത്ര ചെയ്യും. എന്നുവെച്ചാൽ 1 അവറിൽ എത്രയാണ്? 1 അവർ ഈസ് ഈക്വൽ ടു 12 കിലോമീറ്റർ. മോട്ടോർ ബോട്ട് എത്ര kg കൊള്ളും? 800 kg കൊള്ളും. 20 കിലോമീറ്റർ പെർ അവർ. 1 അവർ ഈസ് ഈക്വൽ ടു 20 കിലോമീറ്റർ. ഇനി മെഷീൻ ബോട്ട് നോക്കിയേ. മെഷീൻ ബോട്ട് വന്നാൽ 6000 kg ആണ്. അന്നേരം 1 അവറിൽ ഇവർക്ക് എത്ര ദൂരം പോകാൻ പറ്റും? 22 കിലോമീറ്റർ പോകാനായിട്ട് പറ്റും. കണ്ടോ, ഒരു മെഷീൻ ബോട്ട് പോയാൽ കടലിൽ നിന്ന് എത്ര വെയിറ്റ് മീനിനെ പിടിക്കാൻ പറ്റും? 6000 വെയിറ്റ് മീനിനെ പിടിക്കാനായിട്ട് പറ്റും. ആൻഡ് അബൌട്ട് ഹൗ മച്ച് ഫിഷ് ഇൻ ഓൾ വിൽ ഈച്ച് ടൈപ്പ് ഓഫ് ബോട്ട് ബ്രിങ് ഇൻ 7 ട്രിപ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച്, 7 പ്രാവശ്യം ഇവർ പോയെന്ന് വെച്ച് 7 ട്രിപ്സ് പോയാൽ ഇവർക്ക് എത്ര പിടിക്കാൻ പറ്റും? അബൌട്ട് ഹൗ മച്ച് ഫിഷ് ഇൻ ആൾ വിൽ ഈച്ച് ടൈപ്പ് ഓഫ് ബോട്ട് ബ്രിങ് ഇൻ 7 ട്രിപ്സ്. 7 ആണെങ്കിൽ 20 × 7 140 kg. ഉണ്ടോ? ഇതിനെ 7 ആയപ്പോൾ എത്ര കിട്ടി? 42 4200 kg. 800 ആണെങ്കിൽ 800 × 7 56 5600 kg into 7 42,000. ഇത്രയും kg ഫിഷ് 7 ട്രിപ്സ് ഉണ്ടെങ്കിൽ ഇവർക്ക് എത്ര കിട്ടും? ഇത്രയും kg ഫിഷ് അവർ പിടിക്കാനായിട്ട് പറ്റും. അബൌട്ട് ഹൗ ഫാർ ക്യാൻ മോട്ടോർ ബോട്ട് ഗോ ഇൻ 6 hours. ഇപ്പം മോട്ടോർ ബോട്ട് എത്രയാണ്? 1 അവർ എത്രയാണ്? 20 കിലോമീറ്റർ ആണ്. അങ്ങനെ 6 hours ആയി. 6 hours ആണെങ്കിൽ എന്ത് കിട്ടും? മോട്ടോർ ബോട്ട് ആകുമ്പം 6 × 20 ഈസ് കിട്ടും 120 അല്ലേ? 120 കിലോമീറ്റർ. എന്നാൽ 6 hours ആണെങ്കിൽ എത്ര കിട്ടും? 120 കിലോമീറ്റർ കിട്ടും. അതുപോലെ ഇഫ് എ ലോങ് ടെയിൽ ബോട്ട് ഹാസ് ടു ട്രാവൽ 60 കിലോമീറ്റർ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? ലോങ് ടെയിൽ ബോട്ട് എത്രയാണ്? 1 അവർ 12 കിലോമീറ്റർ ആണ് പോകുന്നത് അല്ലേ? അങ്ങനെ 60 കിലോമീറ്റർ പോയി. എന്നാൽ 12നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 60 കിട്ടുന്നത്? 5. 12 5s are 60. അന്നേരം 1 hour എന്തായി മാറും? 5 hour ആയി മാറും. 5 hours ആയി. എന്നാൽ 60. ഇഫ് എ ലോങ് ടെയിൽ ബോട്ട് ഹാസ് ടു ട്രാവൽ 60 കിലോമീറ്റർ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? അന്നേരം 1 hour is equal to 12 കിലോമീറ്റർ. 12 കിലോമീറ്റർ എന്നുള്ളത് എന്തായി മാറി? 60 കിലോമീറ്റർ ആയി. എന്നാൽ 12നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 60 കിട്ടുന്നത്? 5. അന്നേരം 1 hourനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 hours കിട്ടുന്നു. അന്നേരം ഈ നമ്മുടെ ടെസ്റ്റിനകത്ത് ഇങ്ങനെ കുറച്ചേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അന്നേരം നിങ്ങളതെല്ലാം ഈ ടെസ്റ്റ് നല്ലോണം നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഇനി സം ബിഗ് ആൻഡ് ബിഗ് നമ്പേഴ്സ്. ഇൻ ദ ക്ലാസ് ഫോർ മാത്തമാറ്റിക് you heard of the number lakh which is equal to 100,000. നമ്മൾ ലാക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ലാക്ക് എങ്ങനെയാണ് വരുന്നത്? 1s 10s 100 1000 10,000 ലാക്ക് അല്ലേ? അന്നേരം 10,000 എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത 100,000 ആണ് ലാക്ക്. എന്താണ്? 100,000 ഈസ് ഈക്വൽ ടു ലാക്ക്. ഈക്വൽ ടു ലാക്ക്. ലാക്ക് എന്ന് പറയുമ്പോൾ എത്ര സീറോ ഉണ്ട്? 6 ഡിജിറ്റ് നമ്പറാണ്. 6 ഡിജിറ്റ് നമ്പറാണ്. 6 ഡിജിറ്റ് നമ്പർ. അന്നേരം 1 കഴിഞ്ഞ് 1 2 3 4 5 0. ഇതിനെയാണ് എന്ത് പറയുന്നത്? ലാക്ക് എന്ന് പറയുന്നത്. ഇനി 10 ലാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിനകത്ത് 7 ഡിജിറ്റ് വരും. 1 കഴിഞ്ഞ് 1 2 3 4 5 6 വരും. ഇവിടെ എത്ര 5 0 ഉണ്ട്? ഇത് 6 0. ഇത് 7 ഡിജിറ്റ്, ഇത് 6 ഡിജിറ്റ് നമ്പർ. ഇതിനെയാണ് എന്ത് പറയുന്നത്? ലാക്ക്. ലാക്ക് എന്ന് പറയുന്നത് എന്താണ്? 100,000 ആണ്.
100,000. You had read there are more about 1 lakh brick kilns in your country where the bricks are made. ഇനി ബ്രിക്സ് ഇഷ്ടിക ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ അത് പഠിച്ചായിരുന്നു. വാട്ട് അതർ തിങ്സ് ഹാവ് യു ഹെഡ് ഇൻ ലാക്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യത്തെ. ഇങ്ങനെ ലോട്ടറി ഒക്കെ എടുക്കുമ്പോൾ നിങ്ങളെ ലക്ഷങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലാക്സ് കേട്ടിട്ടുണ്ട്. റൈറ്റ് ദ നമ്പർ ഓഫ് 1,000. നൗ റൈറ്റ് 100,000. And how many zeros are there in the number of 1 lakh? 1 lakh, how many zeros? 5 zeros. അല്ലേ? 5 zeros ആണ് ഇതിൽ കാണുന്നത്, 1 lakh കാണുന്നത്. There are about 2 lakh boats in your country. നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മുടെ കൺട്രിയിൽ എത്ര ലാക്ക് ബോട്ടുണ്ട്? 2 lakh ബോട്ടുണ്ട്. ഹാഫ് ഓഫ് ദം ആർ വിത്തൗട്ട് എ മോട്ടർ. അന്നേരം 2 lakhൽ 1 lakh ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? വിത്തൗട്ട് എ മോട്ടർ ഇല്ലാത്ത ബോട്ടുകളാണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോട്ട്സ് വിത്ത് ദ മോട്ടറുള്ള ബോട്ട് എത്രയായിരിക്കും? മൊത്തം 2 lakh ആണ്. അന്നേരം ഇല്ലാത്തത് 1 lakh. എന്നാൽ മോട്ടറുള്ള ഇതെന്തായിരിക്കും? 1 lakh ആയിരിക്കും അല്ലേ? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോട്ട്സ് വിത്ത് എ മോട്ടർ എന്ന് പറയുമ്പോൾ 1 lakh. അബൌട്ട് 1/4 ഓഫ് ദ ബോട്ട്സ് വിത്ത് എ മോട്ടർ ആർ ബിഗ് മെഷീൻ ബോട്ട്സ്. ഇനി ഈ മോട്ടോർ ബോട്ടിൽ എന്താണ് 1/4 എന്ന് പറയുമ്പോൾ എന്താണ്? 25,000 എന്താണ്? മെഷീൻ ബോട്ട്സ് ആണ്. ഹൗ മെനി തൗസൻഡ്സ് മെഷീൻ ബോട്ട്സ് ആർ ദെയർ? 25,000. നമുക്കറിയാം 25,000 4 പ്രാവശ്യം കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 1 lakh കിട്ടുന്നത്. ഹൗ മൈറ്റ് വണ്ടർ അബൌട്ട് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹൂസ് ലീവ്സ് ആർ റിലേറ്റഡ് ടു ഫിഷ്. എന്നാൽ നിങ്ങൾക്ക് തന്നെ അതിശയം വരും, ഒരുപാട് പേര് ഈ ഫിഷുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഇൻ ആൾ ദെയർ ആർ അബൌട്ട് 100 lakh ഫിഷ് വർക്കേഴ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച്, 100 lakh എന്ന് വെച്ചാൽ 100 ലക്ഷം ഫിഷ് വർക്കേഴ്സ് നമ്മുടെ രാജ്യത്ത് ഉണ്ട്. കണ്ടോ? 100 lakh ഫിഷ് വർക്കേഴ്സ് ഹു ക്യാച്ച് ഫിഷ്, ക്ലീൻ ആൻഡ് സെൽ ദം. ചിലർ പിടിക്കാൻ പോകുന്നു, ചിലർ വിൽക്കാൻ പോകുന്നു, ചിലർ മീൻ ഉണക്കി ഫ്രൈഡ് ഫിഷ് ആക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഫിഷുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ അവരെന്തൊക്കെയാണ്? ഹു ക്യാച്ച് ഫിഷ്, ക്ലീൻ ആൻഡ് സെൽ ദം ആൻഡ് മേക്ക് ആൻഡ് റിപ്പയർ നെറ്റ്സ് ആൻഡ് ബോട്ട്സ് എക്സെട്ര അല്ലേ? വി ആൾസോ ഹാവ് എ നെയിം ഫോർ ദിസ് ബിഗ് നമ്പർ, 100 lakh. അന്നേരം 100 lakh എന്ന് പറഞ്ഞാൽ എന്താണ്? 100 lakh. 100 lakh means 1 crore. 10 lakh പിന്നെന്താണ്? 100 lakhന് എന്തോ പറയുന്നത്? 1 crore എന്ന് പറയാം. 10 lakhന് എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 4 5 6 7 ഡിജിറ്റ്. ഇനി 1 crore-ന് 8 ഡിജിറ്റ് ഉണ്ട്. അന്നേരം 1 കഴിഞ്ഞ് എത്ര? 7 0 ഉണ്ട്. 1 2 3 4 5 6 7 zeros. ഇതിനെയാണ് എന്ത് പറയുന്നത്? 1 crore എന്ന് പറയുന്നത്. അന്നേരം ലാക്കിൽ എത്ര സീറോ ഉണ്ട്? ലാക്ക് എന്ന് പറഞ്ഞാൽ 5 0. 10 lakh 6 0. ക്രോർ എന്ന് പറഞ്ഞാൽ എത്ര സീറോ ഉണ്ട്? 7 0 ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? 100 lakh എന്ന് പറയുന്നത്. അന്നേരം 100 lakh മീൻസ് 1 crore. Where you have heard of a crore? What was the number used for? നമ്മൾ കോടിപതി എന്നൊക്കെ കേട്ടില്ലേ? കോടികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ ലോട്ടറി തന്നെ നമ്മൾ ഒരുപാട് ക്രോറ് കേട്ടിട്ടുണ്ട്. ഇനി ദ ഫിഷ് മാർക്കറ്റ്. ഹാവ് യു ബീൻ എ ഫിഷ് മാർക്കറ്റ്? നിങ്ങൾ ചന്തയിലൊക്കെ പോയിട്ടുണ്ടല്ലോ. ഇഫ് യു ഹാവ് ദെൻ യു മൈറ്റ് നോ വൈ എ വെരി നോയ്സി പ്ലേസ് ഈസ് സംടൈംസ് ഈസ് കാൾഡ് ഫിഷ് മാർക്കറ്റ്. നിങ്ങൾ ഫിഷ് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഇവിടെ തന്നെ ഫിഷ് മാർക്കറ്റ് കണ്ടല്ലോ. അവിടെ യഥാർത്ഥത്തിൽ ഇതെന്താണ്? ഇറ്റ് ഈസ് വെരി നോയ്സി place is sometimes called fish market. The fish market is busy. Many boats have bought a good catch. The fisherwomen are shouting out their prices to the buyers. അന്നേരം ഓരോ ബോട്ടൊക്കെ വരുമ്പോൾ അവർ വില പേശി എന്ത് കൊടുക്കും? മീനൊക്കെ കൊണ്ടുവന്നിട്ട് വിൽക്കും. മിനി ഈസ് one fisher woman. Come here, take sardines at Rs 40 kg. മിനി പറയുക, നമ്മൾ ഫിഷ് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ മീൻ മേടിക്കാനായിട്ട് നമ്മളെ വിളിക്കില്ലേ? കം ഹിയർ ടേക്ക് സാഡ്നസ് അറ്റ് Rs 40
kg. അന്നേരം ഈ ടെസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ സാഡിനസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, മത്തി അല്ലേ, ചാള എന്നൊക്കെ പറയും. അന്നേരം ഈ മത്തി എത്ര, 1 കിലോ 40 രൂപയാണ്. പക്ഷേ ഇപ്പോഴെത്രയാണ് 200 kg ഒക്കെ വരും അല്ലേ. അന്നേരം ഈ പുസ്തകം എഴുതുന്ന സമയത്ത്, പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് 40 kg ആയിരുന്നു അല്ലേ. അന്നേരം മത്തിക്ക് എത്ര രൂപയാണ്, 48 kg. ഗ്രേസി നെവർ സോ ചീപ്പ് ഗെറ്റ് സോട്ട് ഫിഷ് ഫോർ Rs 68 kg. അന്നേരം ഇത് സോട്ട് ഫിഷാണ്. സോട്ട് ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്രാവാണ്. സ്രാവ് എത്ര 1 കിലോയ്ക്ക് 1 kg, 1 കിലോയ്ക്ക് എത്ര രൂപയാണ്, 60 രൂപയാണ്. ഫ്ലോറിമ സെൽസ് പ്രൗൺസ് ഫോർ Rs 150 kg. പ്രൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെമ്മീൻ എത്ര കിലോയാണ്, 1 kg 150 rupees. കറുത്തമ്മ സെൽസ് സ്കിഡ് ഫോർ Rs 50 kg. ഈ കൂന്തൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ, കൂന്തൽ 1 കിലോയ്ക്ക് എത്ര രൂപയാണ്, 50 രൂപയാണ്. ലുക്ക്, ഫാസില ക്യാൻ ഹാർഡ്ലി ക്യാരി ദിസ് ബിഗ് കിങ് ഫിഷ്. ഷീ സേസ് ദിസ് ഫിഷ് വെയ്സ് 8 kg. അന്നേരം ഒരു ഫിഷ് കാണിച്ചിട്ട് പറഞ്ഞ് ഇത് 8 kg ആണ്. ഐ വിൽ സെൽ ഹോൾ ഫോർ Rs 1200. ഇത് മൊത്തം, ഈ മീനിന് മൊത്തം എത്ര രൂപയാണ്, 1200 ആണ്. എത്ര kg ഉണ്ട്, 8 kg ഉണ്ട്. എന്നാൽ 1 kgക്ക് എത്ര രൂപയായിരിക്കും, 1200നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 8 1s are 8, 40, 8 5s are 40, പിന്നെ ഒരു 0. അന്നേരം മൊത്തം എത്രയാണ്, 1 kgക്ക് എത്ര രൂപയാണ്, 1 kg ഈസ് ഈക്വൽ ടു 150 rupees ആണ്, 150 rupees. അന്നേരം ഇതിൻ്റെ പ്രൈസ് എല്ലാം പറയുന്നു. അറ്റ് വാട്ട് പ്രൈസ് kg ഡിഡ് ഫാസില സെൽ കിങ് ഫിഷ്. ഫാസില എന്താണ്, കിങ് ഫിഷാണ്. കിങ് ഫിഷ് എത്ര പ്രൈസാണ് kg നമ്മൾ കണ്ടുപിടിച്ചു, 150 rupees, 150. ഫ്ലോറിമ ഹാസ് സെൽഡ് 10 kg prawns. 1 kg prawns കോസ്റ്റ് 150. അങ്ങനെ 10 kgക്ക് എത്രയാണ്, 10 × 150 ഇസിക്കൽ 1500 rupees അല്ലേ. 150 ആണുള്ളത്, 10 kg കിട്ടി. ഗ്രേസി സോൾഡ് 6 kg സോട്ട് ഫിഷ്. സോട്ട് ഫിഷ് പ്രൈസ് ഓഫ് സോട്ട് ഫിഷ് ഈസ് 60 kg. 6 kg അന്നേരം 6 × 60 ഇസിക്കൽ 360 rupees. ഹൗ മെനി kg ഓഫ് സാഡിനസ് ഡിഡ് മിനി സെൽ. അന്നേരം ഗ്രേസിയും മിനിയും 360 rupees വിറ്റു. അന്നേരം ഗ്രേസി 6 kg വിറ്റു. ഇനി മിനി എന്താണ് വിൽക്കാൻ കിടക്കുന്നത്, മിനി എന്താണ്, സാഡിനസ് ആണ്, 40 ആണ്. എന്നാൽ 40യെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 360/40 ഇസിക്കൽ 9 kg ആണ് ആര് വിറ്റത്, മിനി വിറ്റത്. അന്നേരം മിനിയും ഗ്രേസിയും 360 rupees വിറ്റു. അന്നേരം ഗ്രേസി 6 kg സോട്ട് ഫിഷും മിനി 9 kg പിന്നെ സാഡിനസുമാണ് വിറ്റത്. അന്നേരം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് തന്നെ എന്തെടുക്കാം, ഇത് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ തന്നെ നോക്കണം, ഓരോ 1 kg എത്രയാണെന്ന് നോക്കണം. ഇനി ബഷീർ ഹാസ് Rs 100. ബഷീറിന് നമ്മളിപ്പം കടയിൽ ചെല്ലുമ്പോൾ 100 രൂപയും കൊണ്ട് ചെന്നു. ഹി സ്പെൻഡ്സ് 1/4 ഓഫ് ദ മണി ഓൺ സ്കിഡ് ആൻഡ് അനദർ 3/4 ഓൺ പ്രൗൺസ്. അന്നേരം അവൻ എന്തൊക്കെ മേടിച്ചു, സ്കിഡും മേടിച്ചു, പ്രൗൺസും മേടിച്ചു. ഹൗ മെനി kilograms ഓഫ് സ്കിഡ് ഡിഡ് ദേ ബൈ. അന്നേരം സ്കിഡിന് എത്ര രൂപയാണെന്നാണ് പറഞ്ഞത്, സ്കിഡിന് നമുക്കുള്ളത്, സ്കിഡിന് 50 രൂപയാണ് അല്ലേ. സ്കിഡിന് 50 രൂപയും പിന്നെ നമ്മുടെ പ്രൗൺസിന് എത്ര രൂപയാണ്, 150 ആണ് അല്ലേ. പ്രൗൺസിന് 150 ആണ്. അന്നേരം സ്കിഡ് എത്ര മേടിച്ച് കാണും, ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് പ്രൗൺ. അന്നേരം സ്കിഡ് എന്താണ് മേടിച്ചത്, 1/4. 1/4 എന്ന് പറയുമ്പോൾ എന്താണ്, 50യുടെ 1/4 അല്ലേ, 250 ഗ്രാമാണ് മേടിച്ചത്. ഈ പിന്നെ ബ്രൗൺസ് എത്ര മേടിച്ചു, 1/3/4 മേടിച്ചു. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം, 100 rupees കിട്ടണം അല്ലേ. അന്നേരം ഇത് 25 rupees മേടിച്ചു. ഇതെത്ര കിട്ടി, 75 rupeesനും മേടിച്ചു. അന്നേരം മൊത്തം എത്ര കിട്ടി, 100 rupees കിട്ടി. ഇനി എത്ര കിലോഗ്രാം മേടിച്ചു, 25 rupees മേടിച്ചെന്ന് പറയുമ്പോൾ 50 അല്ലേ കിട്ടിയത്. അന്നേരം ഇവിടെ 1/2 kg
ഹാഫ് കെ ജി സ്കിഡ് മേടിച്ചു. ഇനിയും 75 കിട്ടി. 75 ആകുമ്പോൾ 150 1 കെ ജിക്ക്. ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? ഹാഫ് കെ ജി പ്രൗൺസ് കിട്ടി. ഇവിടെ ചോദിച്ചേക്കുന്നത് ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് സ്കിഡ്. അന്നേരം നമ്മൾ 100 രൂപയുടെ 1/4 എന്ന് പറഞ്ഞാൽ 25, 100 രൂപയുടെ 3/4 എന്ന് പറഞ്ഞാൽ 75. അന്നേരം 50 രൂപയാണ് സ്കിഡിന്. അന്നേരം അതിൻ്റെ 1/2 കിലോ ആയിരിക്കും മേടിച്ച്. ഹാഫ് കെ ജി 25, 150യുടെ ഹാഫ് കിലോ 75. എന്നാൽ നിങ്ങൾ ടെസ്റ്റ് നല്ലോണം വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾ നോട്ടൊക്കെ നല്ലോണം എഴുതണം. അന്നേരം ടീച്ചർ ഇത് എഴുതിയിട്ടുണ്ട്. 1 lakh, 10 lakh, 1 crore, സാർഡിനസ്, സോട്ട് ഫിഷ്, ഇതിൻ്റെ വിലയാണ്. പ്രൗൺസ്, സ്കിഡ്, കിങ് ഫിഷ്. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനാണ് ടീച്ചറിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോട്ട്സൊക്കെ പിന്നെ ഇത് നിങ്ങൾ നോട്ട്സ് നിങ്ങൾ എഴുതണം. എഴുതി നിങ്ങളെന്തെടുക്കണം, ഇതൊക്കെ ടീച്ചറിപ്പം നിങ്ങൾക്ക് ആൻസർ പറഞ്ഞു തന്നതാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ എന്തെടുക്കണം, ഇത് നിങ്ങൾക്ക് തന്നെ ഹൗ മെനി കെ ജീസ് ഓഫ് പ്രൗൺസ് ഡിഡ് ഹീ ബൈ, ഹൗ മെനി കെ ജീസ് ഓഫ് പ്രൗൺസ് ഡിഡ് ഹീ ബൈ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ആൻസർ ചെയ്യണം. ഇവിടെ തന്നെ ലോഗ് ബോട്ടും ലോങ് ടെയിൽ ബോട്ടും മോട്ടോർ ബോട്ടും മെഷീൻ ബോട്ടും തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനാണ്. എന്നിട്ട് ഇത്ര നിങ്ങൾ ടെസ്റ്റ് നല്ലോണം വായിക്കണം. All the children are advised to watch this video once again and write the answers to all the questions in your notebooks. Bye.